ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തി 1989 പുറത്തിറങ്ങിയ നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ വീണ്ടും അഭ്രപാളികളിലേക്ക് മുത്തം വെക്കാൻ എത്തുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 7-ന് 4K ഡിജിറ്റൽ റീമാസ്റ്റർ ചെയ്ത സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ ഒന്ന് എന്നല്ല ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാറുള്ളത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രം എന്ന് തന്നെയാണ്. ഈ ഒരു കാറ്റഗറിയിൽ വന്നതിൽ ഇങ്ങനെ ഒരു സിനിമയെ വെല്ലുവിളിക്കാൻ ഇതിൻ്റെ 7 അയലത്ത് പോലും മറ്റൊരു സിനിമയില്ല എന്നുള്ളതാണ്. അതിപ്പോൾ കഥ കൊണ്ടാണേലും പ്രകടനം കൊണ്ടാണേലും ഏത് രീതിയിലാണേലും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞ് ടെക്നിക്കലി ഒരുപാട് സൗണ്ടായ മലയാളം അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി ഈ ഒരു സിനിമ കാണുമ്പോൾ അന്നത്തെ കാലത്ത് ഇത് എത്ര ഗംഭീരമായിട്ട് യാതൊരു വിധ അഡ്വാൻസ് ടെക്നോളജിയും ഇല്ലാതെ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇതിനെ അത്ഭുതമുളവാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു സിനിമ ഒരു ഡ്രീം കോംബോയാണ്. മമ്മൂട്ടി, MT, ഹരിഹരൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഒരു സിനിമ ഏതൊരു നടനെയും ഏതൊരു സിനിമാ പ്രവർത്തകനെയും ഏതൊരു സിനിമാ മോഹിയെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. വീണ്ടും വീണ്ടും നമ്മൾ കാണാൻ കൊതിക്കുന്ന സിനിമ. നമുക്കറിയാം, റിലീസിൻ്റെ കാലങ്ങളിൽ വലിയ മെച്ചമൊന്നുമില്ല മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ സിനിമ ഒരു മമ്മൂട്ടി സിനിമയായിട്ടൊന്നുമല്ല ഇറങ്ങുന്നത്. ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലെ തന്നെ, നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിട്ടാണ് കാണുന്നത്. സിനിമ തിയേറ്ററിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊന്നുമല്ല ഇവിടെ ചോദ്യം. പക്ഷേ ഈ ഒരു സിനിമ കാണാൻ ഒരുപാട് പേർക്ക് കൗതുകമുണ്ട്. ഈ ഒരു സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണ്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വട്ടം ഇത് TV-യിലുമൊക്കെ കണ്ടതായിരിക്കാം. പക്ഷേ ഇതൊരു അഭ്രപാളികളിൽ കാണുക അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും. 1989 300 ദിവസങ്ങൾക്ക് മുകളിൽ ഓടിയ ചിത്രമാണ്. എത്ര നാളുകൾ ഓടിയാലും എത്ര നാളുകൾ കഴിഞ്ഞാലും ഈ ഒരു സിനിമയുടെ മഹത്വം പോവുകയില്ല എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് അതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത്. വേറെ ഒന്നുമല്ല, ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യ കാലങ്ങൾ തൊട്ട് മമ്മൂട്ടിയുടെ കടുത്ത വിരോധികൾ പോലും അംഗീകരിക്കുന്ന ഒരു സിനിമ വടക്കൻ വീരഗാഥ. ഇതിലെ ഫ്ലെക്സിബിലിറ്റി കണ്ടിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ വേറൊരു നടനും നടക്കില്ല. ഒരുപാട് പേർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന, അദ്ദേഹത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന നടന്മാർ അഭിനയിച്ചു നോക്കിയിട്ടുണ്ട് ഇതേ രീതിയിൽ. പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടിരുന്നു. അവർക്കാർക്കും ചന്തുവിനോടൊപ്പം എത്താൻ കഴിഞ്ഞില്ല. ചന്തുവിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ ഡാൻസ് വളരെയധികം ഗംഭീരമായി കളിക്കുന്ന താരങ്ങളുണ്ട്, സൂപ്പർ താരങ്ങളുണ്ട്. അതിലും ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ പറയുകയും കോമഡി വർക്കൗട്ട് ആവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതേപോലെ ഒരു യോദ്ധാവിൻ്റെ രീതിയിലുള്ള ആ ഒരു വേഷപ്പകർച്ചയിലേക്ക് വന്നപ്പോൾ അവർക്കാർക്കും ഫ്ലെക്സിബിലിറ്റി എന്നത് മറന്നു പോകുന്ന ഒരു കാര്യം പോലെ. ഇതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി തന്നെയായിരുന്നു ആവശ്യം. അതായത് വെറുതെ കൈയിട്ട് വീശലോ ഒന്നുമല്ല. ഇതിനകത്തിൽ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും ഈ ഒരു ഉടവാൾ പിടിക്കുമ്പോൾ അതവർക്ക് ഏച്ചുകെട്ടൽ പോലെയാണ് എന്നാണ് ആ ഒരു അതിനകത്തിലെ തന്നെയുള്ള ഡയലോഗ്. പക്ഷേ മമ്മൂട്ടി അഭിനയിച്ച ചന്തുവിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്നുണ്ട്, അവൻ്റെ ശരീരത്തിനോട് ചേർന്ന ഒരവയവം പോലെ തന്നെയാണ് ഈ വാള് എന്നുള്ളത്. അത് നമുക്ക് സിനിമയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞു. എപ്പോഴൊക്കെ ആ ഒരു വാള് അല്ലെങ്കിൽ പരിച മമ്മൂട്ടി എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പൂർണ്ണമായിട്ടും ഒരു അഭ്യാസിയുടെ എല്ലാ തരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം കണ്ടു. നാളിതുവരെയും ഏകദേശം 38-39 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനു മുമ്പുണ്ടായിട്ടും ഇതേപോലെ ഫ്ലെക്സിബിളായിട്ട് ആയുധം കൈകാര്യം ചെയ്യുന്ന ഒരാളെയും കണ്ടില്ല. ഇവിടെ കളരി പഠിച്ച ഒരുപാട് പേരുണ്ടാകാം, അങ്ങനെ പല രീതികളിലുള്ള ആളുകളുണ്ടാവാം. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടിയെ കഴിഞ്ഞേ വേറെ ആരും, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് കഴിഞ്ഞെന്നല്ല, മമ്മൂട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തോന്നാവുന്നതാണ്. പക്ഷേ ഇതിനകത്തിൽ അഭിനയിച്ച എല്ലാവരും അതിഗംഭീരമായി തന്നെ ചെയ്തതാണ്. ഇതിനകത്തിലെ ഓരോ ക്യാരക്ടറിനും ഒരു റോളിൽ വന്നു പോകുന്ന ആളുകളെ പോലും നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുമായിരുന്നു. സ്ത്രീ കഥാപാത്രങ്ങളുടെ മികവുറ്റ വേഷങ്ങളായിരുന്നു ഇതിനകത്തിലുണ്ടായിരുന്നത്. ഒന്നല്ല, അതിനകത്തിലുള്ള ഓരോരുത്തരും അത്ര മനോഹരമായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. മാധവിയുടെയൊക്കെ റോൾ പിന്നീട് ഒരിക്കലും നമുക്ക് റീപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു റോളായി പോയി എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അങ്ങനെ നോക്കിയാൽ എല്ലാവരുടെയും ബാലങ്കേ നായർ ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രത്തോളം മികവ്. ക്യാപ്റ്റൻ രാജു, ഇവരെല്ലാം ഒരു വില്ലൻ
അല്ലെങ്കിൽ അരിങ്ങോടർ എന്ത് എന്നുള്ള ഒരു നമുക്ക് ചന്തുവിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ തന്നെ അരിങ്ങോടരെയും എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ഒരു ക്യാരക്ടർ പോലും ഇന്നും ഒരാളുടെയും കൈപ്പിടിയിലേക്ക് ഒതുങ്ങാത്ത ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയാം. അങ്ങനെ വടക്കൻ വീരകഥയ്ക്ക് പറയാൻ ഒരുപാട് മഹത്വമുണ്ട്. അതുമാത്രമല്ല എം ടിയുടെ തൂലികയിൽ പിറന്ന അതുവരെ ചതിയനായിരുന്ന ചന്തുവിനെ എങ്ങനെ നമ്മൾ നെഞ്ചോട് ചേർത്തു. ഈ ഒരു സിനിമ വരുമ്പോൾ നമ്മൾക്ക് അതുവരെ കേട്ടിരുന്ന വടക്കൻ പാട്ടിലെ ചതിയൻ ചന്തുവല്ല പിന്നീട് നമ്മുടെ മനസ്സിൽ, പിന്നീട് ഏത് വടക്കൻ പാട്ടിലും ചന്തു ചതിച്ചു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു കാലവും. ഇന്ന് അഡ്വാൻസ് ടെക്നോളജികളിലൂടെ ഈ ഒരു സിനിമ 4K റീമാസ്റ്റർ ചെയ്തു വരുമ്പോൾ അത് മറ്റൊരു വിസ്മയമായിരിക്കാം. ഒരുപക്ഷെ ഇതുവരെ കണ്ട മമ്മൂട്ടി സിനിമകളുടെ റിലീസ് പോലെ ആയിരിക്കില്ല. ഇതിന് വ്യത്യസ്തതയുണ്ട്. കാരണം ഇത് ഒരു ദേശത്തിൻ്റെ, ഒരു ജനതയുടെ തന്നെ മോഹസാബല്യത്തിൻ്റെ സിനിമ തന്നെയാണ്. ഇതേപോലെ ഒരു സിനിമ ഇതിന് മുമ്പ് കാണാനോ ഇതിന് ശേഷം കാണാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തിന് ഈ ഒരു ടീമിൽ പോലും മമ്മൂട്ടി, ഹരിഹരൻ, എം ടിക്ക് പോലും പിന്നീട് ഇതേപോലെ ഒരു സിനിമ വന്നില്ല എന്ന് തന്നെ പറയാം. പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. എ കംപ്ലീറ്റ് ഫിലിം, എ കംപ്ലീറ്റ് ആക്ടർ, എ കംപ്ലീറ്റ് ഡയറക്ടർ ആൻഡ് എ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന എല്ലാം തികഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു. അതിന് ഉപരി മ്യൂസിക് പോലും എ കംപ്ലീറ്റ് മ്യൂസിക് ഡിറക്ഷൻ എന്നുള്ള ലെവലിലാണ്. എല്ലാ രീതിയിലും പൂർണ്ണത, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഒരു വടക്കൻ വീരകഥ. അതുകൊണ്ട് തന്നെയാണ് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഈ ഒരു സിനിമയ്ക്ക്, PV ഗംഗാധരൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിനിമയ്ക്ക് പിന്നീട് ഒരിക്കലും വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അടുത്തെത്താനോ മറ്റൊരു സിനിമ പോലും ജനിക്കാതെ പോയത്. കാരണം തോൽപ്പിക്കാൻ ഒന്ന് ശ്രമിക്കാൻ പോലും മറ്റുള്ള സിനിമകൾക്ക് ആവതുണ്ടായില്ല. ഒരുപക്ഷെ നമ്മൾ ബാഹുബലി പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ പോലും ഏറ്റവും വലിയ വിജയമായതാണ്. ആ സിനിമ കാണുമ്പോൾ പോലും ഒരു വടക്കൻ വീരഗാഥ കാണുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയുന്നു എത്രത്തോളം തന്മയത്തോടു കൂടിയാണ് ഈ സിനിമയും അതിലെ കഥാപാത്രങ്ങളും ഒഴുകുന്നത് എന്നാണ്. കാണുന്നതെന്നല്ല, ഒഴുകുന്നതെന്ന് നമുക്ക് പറയാനുള്ളൂ. അങ്കത്തട്ടിൽ ഉള്ള ആ ഒരു അങ്കക്കലി കൊണ്ട് ഉള്ള ആ ഒരിതും ഒക്കെ കാണണമെങ്കിൽ അത് ഇന്നും എത്ര ഗംഭീരമായ ടെക്നിക്കോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാലും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ അതുതന്നെയാണ് ഹരിഹരൻ സാറിൻ്റെ ഏറ്റവും പ്രിവിലേജ്ഡ് ആണ് അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു ഡയറക്ടറിനെ നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം പിന്നീടും നമ്മളെ കാണിച്ചു തന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണേലും MD ഹരിഹരൻ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമ്പോൾ അത് നമ്മളുടെ മോഹമാണ്, സ്വപ്നമാണ്, സ്വപ്ന സാബല്യമാണ്. അത് വീണ്ടും 38-39 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഇവിടെ ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ അസൂയക്കാർ ഒരുപാടുണ്ടാവാം. ഇതിൻ്റെ 100 കോടിയും 50 കോടിയും ഒക്കെ പറയാൻ വരുന്നവർ. അല്ലാത്ത സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമ അവർ പോയി കാണും. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറയാം. എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഇനിയും ഇവരൊക്കെ മൺമറഞ്ഞു കഴിഞ്ഞാലും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കിയാൽ അന്നും ഈ സിനിമയ്ക്ക് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എല്ലാ കാലത്തിനെയും അതിജീവിച്ചു പോകുന്ന ഒരു കാര്യം ഒരിടത്ത് പോലും നമുക്ക് അയ്യേ എന്ന് തോന്നാത്ത ലെവലിൽ ആ ഒരു കാലത്തും ഈ ഒരു കാലത്തും ഒരേപോലെ തന്നെ തോന്നുന്ന അപൂർവ സിനിമകളിൽ ഒന്നായി മാറുന്നു ഈ ഒരു സിനിമയും. എന്തായാലും 4Kയിൽ എത്തുമ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് കാണാൻ വരുന്നത്? ഒരുപാട് തിയേറ്ററുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ സിനിമ. പക്ഷേ വളരെ കുറച്ച് തിയേറ്ററുകൾ മതി. ഉള്ള തിയേറ്ററുകളിൽ ആഗ്രഹമുള്ളവർ കാണുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ആരെങ്കിലുമൊക്കെ പോയി കണ്ട് എന്തെങ്കിലും പറഞ്ഞു വരിക എന്നുള്ളതല്ല. ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പവിത്രതയുണ്ട്. അതുതന്നെയാണ് മലയാള സിനിമയിൽ ഈ ഒരു സിനിമയുടെ സ്ഥാനവും. അപ്പോൾ ഒരു വടക്കൻ വീരകഥ കാണണമെന്ന് മോഹിക്കുന്ന നിങ്ങൾ ആരൊക്കെയാണ്? ഇതിനകത്തിൽ മമ്മൂട്ടി ആരാധകരെയും അല്ലെങ്കിൽ എതിരാളികളെയും ഒന്നും നോക്കുന്നില്ല. ചന്തുവിനും അല്ലെങ്കിൽ MDക്കും അതേപോലെ ഹരിഹരനുമൊക്കെ ചേർന്നിട്ടുള്ള ആരാധകരുണ്ടെങ്കിൽ ധൈര്യമായി വരാം. കാരണം അതാണ് ഈ ഒരു സിനിമ. മലയാള സിനിമയുടെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം. അത് ഇന്നും അതിൻ്റെ മനോഹാരിത ഒട്ടും കുറയാതെ മുന്നോട്ട് പോകുന്നു. കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി. ഗ്രേറ്റ് മീഡിയാസ്.